അടുത്ത ടോപ്പിക് സബ്സെറ്റ്സ്. സബ്സെറ്റ്സ് എന്താണെന്ന് പറയാൻ ഞാനിവിടെ രണ്ട് എക്സാമ്പിളായിട്ട് രണ്ട് ഡിഫറെൻറ്റ് സെറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെറ്റിനെ ക്യാപിറ്റൽ എക്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആൽഫബറ്റ്സ് ആണ്. ഇപ്പം നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ABCD അങ്ങനെ XYZ വരെ എല്ലാ ആൽഫബറ്റേഴ്സിൻ്റെ സെറ്റാണ് ആദ്യത്തെ സെറ്റ്. രണ്ടാമത്തെ സെറ്റ് ക്യാപിറ്റൽ Y എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 സ്മോൾ ലെറ്റേഴ്സ്, അതായത് ABCD. ഇനി സബ്സെറ്റ് എന്താണെന്ന് നോക്കാനായിട്ട് വൈയിലെ ഇതെന്തായാലും ഡെഫിനറ്റ്ലി ഇതാണ് വലിയ സെറ്റ്, ഇതാണ് ചെറിയ സെറ്റ്. ഈ സെറ്റിലെ ആദ്യത്തെ എലമെൻ്റായ A ഈ സെറ്റിലുണ്ട്. അതുപോലെ B നോക്കിക്കഴിഞ്ഞാൽ B ഉണ്ട് ഈ സെറ്റിൽ. C എടുത്താൽ C ഉണ്ട് ഈ സെറ്റിൽ. D എടുത്താൽ D ഉണ്ട്. അതായത് Y എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും തന്നെ X എന്ന് പറയുന്ന വലിയ സെറ്റിലുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം Y is a subset of set X. X എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ്, ഒരു ചെറിയ സെറ്റാണ് Y. ഇനി സബ്സെറ്റിനെ ഇതുപോലെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണ്ട, പകരം ഒരു സിമ്പിൾ വെച്ച് ഡിനോട്ട് ചെയ്താൽ മതി. ഇതാണ് സിമ്പിൾ. സബ്സെറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇടാം, സബ്സെറ്റ് അല്ല എങ്കിൽ നോട്ട് എ സബ്സെറ്റ് എന്ന് എഴുതാൻ ഇങ്ങനെയും, സബ്സെറ്റ് എന്ന് എഴുതാൻ ഈ ഒരു സിമ്പിളാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെ Y എഴുതുക, സബ്സെറ്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതുക. ഇനി സബ്സെറ്റ് അല്ല എങ്കിൽ ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ വായിക്കേണ്ടത് Y is a subset of X. ഒരു എക്സാമ്പിളും കൂടി. ഇപ്പോൾ ഇത് X എന്ന് പറയുന്ന സെറ്റ് അത് തന്നെ എടുത്തിട്ടുണ്ട്. Y എന്ന് പറയുന്ന സെറ്റ് ഞാൻ ചേഞ്ച് ചെയ്തു. ഇത് വവ്വൽസിൻ്റെ സെറ്റാണ്. AEIOU വവ്വൽസിൻ്റെ സെറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി A എന്ന് പറയുന്ന എലമെന്റ് ഇതിലുണ്ട്, E എന്തായാലും ഉണ്ടാവും. അതുപോലെ IU ഞാനിവിടെ എക്സെട്ര ആയിട്ട് ഡിനോട്ട് ചെയ്തേക്കുവാണ്. എല്ലാ ആൽഫബറ്റ്സും ഉണ്ട് ഈ സെറ്റിൽ. IU ഉണ്ടാവും, OU ഉണ്ടാവും, U ഉണ്ടാവും. അതായത് ഈ ഒരു സെറ്റിലെ എല്ലാ 5 എലമെന്റ്സ് എന്തായാലും ഈ X എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറയാം Y Xന്റെ സബ്സെറ്റാണ്. അടുത്ത് ചെയ്യുന്നത് എക്സസൈസ് 1.3. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ സബ്സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ ഫില്ലിംഗ് ദ സിംബൽസ് സബ്സെറ്റ് ഓർ നോട്ട് എ സബ്സെറ്റ് ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. അതായതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ട് സെറ്റ് ഉണ്ട്, രണ്ട് സെറ്റിൻ്റെ ഇടയിലായിട്ടൊരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. ഈ ബ്ലാങ്ക് സ്പേസിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സബ്സെറ്റ് ഓഫ് അല്ലെങ്കിൽ നോട്ട് എ സബ്സെറ്റ് ഓഫ് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് സെറ്റ് ഇതാണ്. എക്സിൽ ഈ ഒരു സെറ്റിൽ 2, 3, 4 ഇതാണ് എലമെന്റ്സ്. ഫസ്റ്റ് എലമെന്റ് എടുക്കുക 2 ദാ ഈ സെറ്റിലുണ്ട്. അടുത്ത എലമെന്റ് എടുക്കുക 3യും ഈ ഒരു സെറ്റിലുണ്ട്. അടുത്ത എലമെന്റ് 4ഉം ഈ ഒരു സെറ്റിലുണ്ട്. അതായത് ഈ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സും തന്നെ ഈ ഒരു സെക്കൻഡ് സെറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് സബ്സെറ്റ് ആണ്. ഈ സിമ്പിള് ഇൻസേർട്ട് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സെറ്റ് ABC, സെക്കൻഡ് സെറ്റ് BCD. ഫസ്റ്റ് സെറ്റ് നോക്കാം. അതിലെ A എന്ന് പറയുന്ന എലമെന്റ് ഈ സെറ്റിലില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഈ ഒരു സെറ്റിലെ ഒരു എലമെന്റ് ഇതിലില്ല എങ്കിൽ നമുക്ക് ഈ രണ്ടും സബ്സെറ്റ് അല്ല എന്ന് പറയാം. വേറെ B ഉണ്ട്, C ഉണ്ട്, പക്ഷെ A ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊരു സബ്സെറ്റ് അല്ല. ഒരു എലമെന്റ് ഇല്ലെങ്കിൽ പോലും സബ്സെറ്റ് അല്ല. എല്ലാ എലമെന്റ്സും ഈ ഒരു സെറ്റിൽ കണ്ടെയ്ൻ ചെയ്താൽ മാത്രമേ നമുക്കത് സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. തേർഡ് വൺ, X such that X is a student of class 11 of your school. നമ്മുടെ സ്കൂളിലെ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ബോയ്സും വരും ഗേൾസും വരും. 11th സ്റ്റാൻഡേർഡിലെ എല്ലാ ക്ലാസ്സുകളിലും വരുന്ന കുട്ടികൾ. രണ്ടാമത്തെ സെറ്റ് X such that X is a student of your school. അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും സെറ്റ്, അതായത് LKG തൊട്ട് 12th വരെയുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും സെറ്റാണിത്. എന്തായാലും ഇതാണ് വലിയ സെറ്റ്, ഇതൊരു ചെറിയ സെറ്റാണ്. ഇതിൽ LKG മുതൽ 12th വരെയുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും ലിസ്റ്റ് ഉണ്ടാകും. അതിലെ ലിസ്റ്റ് തന്നെയല്ലേ ഇതും. ക്ലാസ് +1 എല്ലാ സ്റ്റുഡൻസും നിങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസ് തന്നെയല്ലേ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഈ ഒരു ലിസ്റ്റിലും വരില്ലേ.
നമുക്ക് സബ്സെറ്റ് ആണ്, സബ്സെറ്റിന് സിമ്പൽ ഇടാം. ഫോർത്ത് വൺ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ. പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുന്ന എല്ലാ സർക്കിൾസിൻ്റെയും സെറ്റ്, അതായത് റേഡിയസ് 1, 2, 3 അങ്ങനെ എത്ര റേഡിയസ് വന്നാലും അത് വെച്ച് വരയ്ക്കുന്ന സർക്കിൾസിൻ്റെ സെറ്റാണ് ഫസ്റ്റ് സെറ്റ്. സെക്കൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. റേഡിയസ് 1 മാത്രം വരുന്ന സർക്കിൾസിൻ്റെ സെറ്റാണിത്. ഇതാണ് വലിയ സെറ്റ്, ഇതാണ് ചെറിയ സെറ്റ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ സബ്സെറ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ സർക്കിൾസും വരില്ല ഈ ഒരു സെറ്റിൽ. ഈ ഒരു സെറ്റിൽ എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 വരുന്ന സർക്കിൾസ് മാത്രമാണ്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം വരും. അപ്പോൾ ഇതൊരിക്കലും സബ്സെറ്റ് ആവില്ല. ഈ സെറ്റിൻ്റെ സബ്സെറ്റ് ആവില്ല. നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. സർക്കിൾ 1 യൂണിറ്റ് വരുന്ന എല്ലാ സർക്കിൾസും ഈ സെറ്റിൽ വരും. തിരിച്ചു പറയാം ഇതിൻ്റെ സെറ്റാണ്. ഫിഫ്ത്ത് വൺ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൻ്റെ ട്രയാങ്കിൾസിൻ്റെ കളക്ഷൻ, ട്രയാങ്കിൾസിൻ്റെ സെറ്റാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ റെക്റ്റാങ്കിൾ ഇൻ എ പ്ലെയിൻ. രണ്ടാമത്തെ സെറ്റ്സ് റെക്റ്റാങ്കിളിൻ്റെ കളക്ഷൻ. ഒരു ട്രയാങ്കിൾ ഒരിക്കലും റെക്റ്റാങ്കിൾ ആവില്ല. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സെറ്റിൽ ഒരിക്കലും ട്രയാങ്കിൾ വരില്ല. രണ്ടും ഡിഫറെൻറ്റ് സെറ്റാണ്. ഒരിക്കലും ഈ സെറ്റ് ഇതിൽ വരില്ല. സോ നോട്ട് എ സബ്സെറ്റ്. അപ്പോൾ സബ്സെറ്റ് അല്ല. ഈ സിമ്പിൾ ഇടുക. അടുത്തത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കളക്ഷനാണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ്, 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ അത് പല ഡയമെൻഷൻസ് ഉള്ള ട്രയാങ്കിൾസ് ആവാം. അപ്പോൾ അതിൻ്റെ കളക്ഷനാണ് ഫസ്റ്റ് സെറ്റ്. രണ്ടാമത്തെ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ. ഈ പ്ലെയിനിലെ ട്രയാങ്കിൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ട്രയാങ്കിൾ ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഈക്വിലാറ്ററൽ ഉണ്ട്, ഐസോസെലസ് ഉണ്ട്, റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, സ്കെയിലിംഗ് ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെ ഒത്തിരി ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ അതെന്ത് വേണേലും ആകാം. അപ്പോൾ ഇതാണ് വലിയ സെറ്റ്. എന്തായാലും എക്സ് ട്രയാങ്കിൾ ഇൻ ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ സെറ്റിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരും, ഐസോസെലസ്, അങ്ങനെ എല്ലാ ട്രയാങ്കിൾസും ഈ സെറ്റിൽ വരും. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെറ്റല്ലേ ഇത്. അപ്പോൾ ഈ സെറ്റ് എന്തായാലും ഇതിൽ വരുന്നത് കൊണ്ട് ഇതൊരു സബ്സെറ്റ് ആണ്. ലാസ്റ്റ് വൺ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ. ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണെന്ന് പറയുമ്പോൾ 2, 4, 6, 8, 10 എക്സെട്ര അങ്ങനത്തെ സെറ്റാണിത്. രണ്ടാമത്തെ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇൻഡിജർ. ഇൻഡിജറിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് വരും, 0 വരും, നെഗറ്റീവ് നമ്പേഴ്സ് വരും. എല്ലാ നമ്പേഴ്സും ഉണ്ട് ഇൻഡിജറിൽ. പോസിറ്റീവ് നമ്പേഴ്സ്, 0, നെഗറ്റീവ് നമ്പേഴ്സ്. അതായത് ഇതിൽ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഓഡ് നമ്പേഴ്സും വരും, ഈവൻ നമ്പേഴ്സും വരും. ഇതിൽ ഈവൻ നാച്ചുറൽ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം എന്തായാലും ഈ ഇൻഡിജറിൻ്റെ സെറ്റിൽ ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു സബ്സെറ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് വൺ, ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സെറ്റിലെ എലമെന്റ്സ് എയും ബിയും ആണ്. നോട്ട് എ സബ്സെറ്റ് എന്നാവാ, സബ്സെറ്റ് അല്ല. ആരുടെ സെറ്റ് BCA ഈ സെറ്റിന്റെ സബ്സെറ്റ് അല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സെറ്റ് നോക്കിക്കേ. അതിലെ ആദ്യത്തെ എലമെന്റ് എ ഈ സെറ്റിലുണ്ട്. രണ്ടാമത്തെ എലമെന്റായി ബിയും ഉണ്ട് ഈ സെറ്റിൽ. അതായത് ഈ ഫസ്റ്റ് സെറ്റിലെ 2 എലമെന്റ്സും ഈ സെറ്റിലുണ്ട്. ഇത് ആക്ച്വലി സബ്സെറ്റ് ആണ്. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സബ്സെറ്റ് ആണ്. ഇവിടെ തന്നിട്ടുള്ളത് സബ്സെറ്റ് അല്ലെന്നാണ്. അപ്പോൾ ഇത് ഫോൾസ്. ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സെക്കൻഡ് വൺ, ആദ്യത്തെ സെറ്റ് AE ഇത് സബ്സെറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് സെറ്റ് എക്സ് ഇസ് എ വവ്വൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇത് സെറ്റ് ബിൽഡർ ഫോം ആണ്. അപ്പോൾ ഇതിന്റെ റോസ്റ്റർ ഫോം ഒന്ന് എഴുതി നോക്കിക്കേ. അതായത് ഫസ്റ്റ് സെറ്റ് AE സബ്സെറ്റ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവ്വൽസ് AEIOU. ഇതാണ് ഇതിന്റെ സെറ്റ്. ഇതിൽ ഫസ്റ്റ് എലമെന്റ് A ഉണ്ട്, സെക്കൻഡ് എലമെന്റ് E ഉണ്ട്. അപ്പോൾ ഈ സെറ്റ് അതുപോലെ തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഇത് സബ്സെറ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ട്രൂ. തേർഡ് വൺ, സെറ്റ് 1, 2, 3 സബ്സെറ്റ് ഓഫ് 1, 3, 5. ആദ്യത്തെ എലമെന്റ് നോക്കാം, 1 ഇതിലുണ്ട്, കറക്റ്റ് ആണ്. സെക്കൻഡ് എലമെന്റ് 2 നോക്കിയേ, 2 ഇതിലുണ്ട് പക്ഷെ ഇതിലില്ല. 3 ഇതിലുണ്ട്, ഇതിലുണ്ട്, പക്ഷെ 2 ഇല്ല. ഒരെലമെന്റ് പോലും ഇതിലില്ല. ഒരെലമെന്റ് എങ്കിലും
ഈ സെറ്റിൽ ഇല്ല എങ്കിൽ ഇത് സബ്സെറ്റ് അല്ല, ഇവിടെ തന്നിട്ടുള്ളത് സബ്സെറ്റ് ആണെന്നാണ്. അപ്പൊ ഇത് ഫാൾസ് ആണ്. ഫോർത്ത് വൺ, സെറ്റ് ഒരു എലമെന്റേ ഉള്ളൂ എ, സബ്സെറ്റ് ഓഫ് എ ബി സി എന്നാണ്. ഇങ്ങനത്തെ ടൈപ്പ് സെറ്റിനൊരു പേര് വിളിക്കും. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ ഒന്നുമില്ലാതെ, എം ടി ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റിനാണ് നൾ സെറ്റ് അഥവാ എം ടി സെറ്റ് എന്ന് വിളിക്കുന്നത്. ഈ സെറ്റ് അങ്ങനെയല്ല, ഒരു എലമെന്റേ ഉള്ളൂ. ഒരു എലമെന്റേ ഉള്ളെങ്കിൽ പോലും എലമെന്റ് ഉണ്ടല്ലോ, എം ടി അല്ല. അപ്പോൾ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഒറ്റ എലമെന്റ് മാത്രമുള്ള ഒരു സെറ്റാണ് സിംഗിൾട്ടൺ സെറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ഇതിന്റെ സബ്സെറ്റ് ആണെന്നാണ്. ഈ സെറ്റിൽ ആകെ ഒരു എലമെന്റേ ഉള്ളൂ, അത് എ ആണ്. എ ഈ സെറ്റിലുണ്ട്, ഇപ്പൊ ഇത് എന്തായാലും സബ്സെറ്റ് ആണ്. അപ്പോൾ ഇത് ട്രൂ. അടുത്തത് സെയിം സെറ്റ് തന്നെ, ഇവിടെ സബ്സെറ്റിന്റെ സിമ്പൽ അല്ല, എലമെന്റ് ഓഫ് ആണിത്. എലമെന്റ് ഓഫ് ഈ സെറ്റ്, എലമെന്റ് ഓഫ് ഈ സെറ്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മളിത് പെട്ടെന്ന് ആദ്യം കാണുമ്പോൾ ട്രൂ ആണെന്ന് വിചാരിക്കും, കാരണം ഇതിൽ എ ഇതിലുണ്ട്. അങ്ങനെയല്ല, എലമെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇതൊരു സെറ്റ് ആണ്. ഇതാ ഇപ്പോ എ എന്ന് പറയുന്നത് ഈ സെറ്റിലെ എലമെന്റ് ആണ്. ഇങ്ങനെ പറഞ്ഞാൽ കറക്റ്റാ. ഈ സെറ്റിലെ ഒരു എലമെന്റ് ആണ് എ, പക്ഷേ ഇത് എ അല്ല, ഇതൊരു സെറ്റ് ആണ്. അപ്പൊ ഈ സെറ്റ് ഇതിലുണ്ടോ? ഇല്ല, ഇതൊരു സെറ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണമെങ്കിൽ ഈ സെറ്റ് എങ്ങനെ വരണമായിരുന്നു? ഇതൊരു എലമെന്റ് എ, കണ്ടോ? ഇങ്ങനെ വരണമായിരുന്നു. ഇപ്പൊ നമുക്ക് പറയാം, കണ്ടോ, ഈ സെറ്റിലെ ഒരു എലമെന്റ് ആണ്, ഒരു മെമ്പർ ആണ് ഈ ടേം. അല്ലാതെ ഇങ്ങനെ ഒരു ടേം ഇതിലില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ്. ഇതിനെ നമുക്ക് സബ്സെറ്റ് എന്ന് വിളിക്കാം, പക്ഷേ ഇതൊരിക്കലും എലമെന്റ് അല്ല. ലാസ്റ്റ് വൺ, x such that x is an even natural number less than 6. Subset of x is a natural number which divides 36. അപ്പോൾ ഇത് സെറ്റ് ബിൽഡർ ഫോം അല്ലേ, നമുക്കൊന്ന് റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കാം. x such that x is an even natural number less than 6 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെ വരും? 2, 4, 6, 8 എക്സെട്ര ആണ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് എന്തോരം വരെ വേണം? ലെസ് ദാൻ 6, 6നേക്കാളും ചെറുതെന്ന് പറഞ്ഞാൽ 6, 8 ഒന്നും വേണ്ട, പകരം 2ഉം 4ഉം മാത്രം മതി. അപ്പൊ ഇതാണ് ആദ്യത്തെ സെറ്റ്. 2ഉം 4ഉം മാത്രമേ ഈ എലമെന്റിൽ വരുള്ളൂ. ഇനി ഇട്ടിട്ടുള്ള സിമ്പിൾ എന്താ? സബ്സെറ്റ് ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. സബ്സെറ്റ് ഓഫ് രണ്ടാമത്തെ സെറ്റ് എഴുതാം. x such that x is a natural number which divides 36. 36 എന്ന് പറയുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ ലിസ്റ്റ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. 36നെ ഡിവൈഡ് ചെയ്യണം. 36നെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. എന്തായാലും 1 വെച്ച് 36നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ 1 വരും. 2 വെച്ചിട്ട് 36നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 വരും. 2 വെച്ച് 36നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടും, അപ്പോൾ 2ഉം വരും 18ഉം വരും. ഇനി 1 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 36 കിട്ടും, 1 വരും 36ഉം കിട്ടും. അടുത്തത് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 വരും, 4ഉം വരും 12ഉം വരും. അടുത്ത നമ്പർ 6, 9. അപ്പോൾ ഇതൊക്കെയാണ് 36ന് ഡിവൈസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. അതായത് 1 × 36 36, 2 × 18 36, അതുപോലെ 3 × 12 ആണ് 36, 4 × 6 അതുപോലെ 9 കിട്ടും. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ്, 4 × 9 ആണ്. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് നമുക്ക് 36നെ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. ഇനി ഈ സെറ്റ് നോക്കിക്കേ. ഈ സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് ആയ 2 ഇതിലുണ്ട്, സെക്കൻഡ് എലമെന്റ് 4 അതും ഇതിലുണ്ട്. അതായത് ഈ സെറ്റ് കംപ്ലീറ്റ്ലി ഇതിന്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. സോ ദിസ് ഇസ് ട്രൂ.